കർണാമൃതം ഒരു ദേവതാ സംഗമവേദി ശ്രോതാക്കൾക്ക് സുസ്വാഗതം. ഇന്ന് നവരാത്രി 4-ാം ദിവസം. ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രകണ്ഠ ഈ 3 ഭാവത്തിലും ദേവിയെ നമ്മൾ ആരാധിച്ചു കഴിഞ്ഞു. ഇന്ന് കുഷ്മാണ്ഡ ദേവിയെയാണ് ആരാധിക്കേണ്ടത്, പൂജിക്കേണ്ടത്. ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും എത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. തൻ്റെ ദിവ്യമായ പുഞ്ചിരിയിലൂടെ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ സൃഷ്ടിച്ച ദേവിയാണ് കുഷ്മാണ്ഡ ദേവി. പേരിൽ തന്നെ സൃഷ്ടിയുടേതായ അണ്ടത്തിൻ്റെ സൂചന ഉണ്ട്. ശൈലപുത്രിയും ബ്രഹ്മചാരിണിയും ചന്ദ്രകണ്ഠയും ഇച്ഛാശക്തിയുടെ ദേവതകളായിരുന്നു. ആദിപരാശക്തിയുടെ ഭാവങ്ങൾ 4-ാം നാൾ മുതൽ 2-ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സ്വയം പ്രചോദിപ്പിക്കപ്പെട്ട് വ്യക്തമായ തീരുമാനങ്ങളിലൂടെ കഠിന പ്രയത്നം ചെയ്ത് പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത ദേവീഭാവം ഇനി ഉദ്ദേശിച്ച സൃഷ്ടിയിലേക്ക് ജ്ഞാനമാർഗത്തിലൂടെ കടക്കുകയാണ്. ഒരു കൽപ്പത്തിൻ്റെ അവസാനത്തിൽ നിന്നും അടുത്ത കൽപ്പം സൃഷ്ടിച്ചെടുക്കുന്നത് കുഷ്മാണ്ഡ ദേവിയാണ്. കുഷ്മാണ്ഡ ദേവിയെക്കുറിച്ച് 2-3 കഥകളുണ്ട്. അതിൽ ഒരു കഥ ഇങ്ങനെയാണ്. അസുരശ്രേഷ്ഠനായ സുകേശൻ്റെ മക്കളായ മാലിയും സുമാലിയും ശക്തരാവാൻ ശിവനെ പ്രീതിപ്പെടുത്തുവാനായി തപസ്സു തുടങ്ങി. കഠിന തപസ്സിൻ്റെ ഫലത്താൽ ഇവരുടെ ശരീരത്തിൻ്റെ ശോഭ വർദ്ധിച്ചു വന്ന് വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. തന്നെപ്പോലെ തിളങ്ങുന്ന ഇവർ ആരാണെന്നറിയാൻ സൂര്യന് ഉള്ളിൽ ആഗ്രഹമുദിച്ചു. കൗതുകം അടക്കാൻ പറ്റാതെ വന്നപ്പോൾ സൂര്യദേവൻ ഒരു നാൾ സൗരയൂഥത്തിലെ തൻ്റെ നിത്യമായ സ്ഥാനം വിട്ട് മാലിക്കും സുമാലിക്കും അടുത്തെത്തി. സൂര്യനെപ്പോലെ പ്രഭ തൂവുന്ന തപസികളോട് ഇഷ്ടം തോന്നിയ സൂര്യൻ അവരോടടുത്തതും അവർ സൂര്യൻ്റെ ചൂടിനാൽ ഭസ്മമായിപ്പോയി. സഞ്ചാരമാർഗം മാറി സഞ്ചരിച്ചതിലും തൻ്റെ ഭക്തരെ അകാരണമായി വധിച്ചതിലും കോപം പൂണ്ട ശിവൻ സൂര്യനെ ത്രിശൂലത്താൽ വധിച്ചു. പ്രപഞ്ചം ഇരുട്ടിലായി. ഗുരുത്വാകർഷണ സംവിധാനങ്ങളെല്ലാം താറുമാറിലായി. ആർക്കുമൊന്നും ചെയ്യാൻ പറ്റാത്ത ഈ അവസ്ഥയിൽ സകലരും പാർവതീദേവിയെ ശരണം പ്രാപിച്ചു. പാർവതീദേവി സാക്ഷാൽ ആദിപരാശക്തി സൂര്യൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് ചെന്ന് നിന്ന് അവിടേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചതും പുതിയ സൂര്യൻ സൃഷ്ടിക്കപ്പെട്ടു. നിത്യം പ്രപഞ്ചത്തിന് ചൂടും വെളിച്ചവും ഒട്ടും കുറയാതെ നൽകാൻ തൻ്റെ ചൈതന്യം സൂര്യമണ്ഡലത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ദേവി. അതായത് സൂര്യമണ്ഡലത്തിലാണ് ഈ ദേവി കുടികൊള്ളുന്നത്. ഇതാണ് ഒരു കഥ. അതായത് ഒരു കൽപ്പത്തിൻ്റെ അവസാനത്തെ ഭാഗത്ത് നടന്നതായി പറയുന്ന കഥ ഒന്ന് അവസാനിച്ച് മറ്റൊന്ന് ആരംഭിച്ചതായാണ് ഈ കഥയിൽ പറയുന്നത്. ബ്രഹ്മാണ്ടമുണ്ടെങ്കിൽ പിണ്ഡാണ്ടവുമുണ്ട് എന്ന് നമുക്കറിയാം. ബ്രഹ്മാണ്ടത്തിൽ ഒരു ദേവിയുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലും പുഞ്ചിരിയാൽ നവസൃഷ്ടി നടത്താൻ കഴിയുന്ന ഒരു ദേവി ഉണ്ടായേ തീരൂ. അനാഹത ചക്രം അഥവാ ഹൃദയചക്രത്തിലാണ് മനുഷ്യ ശരീരത്തിൽ കുഷ്മാണ്ഡാദേവി കുടികൊള്ളുന്നത്. ആദിയിൽ അന്ധകാരം മാത്രമുണ്ടായിരുന്നിടത്ത് തൻ്റെ ഒരു പുഞ്ചിരിയാൽ ഈ സർവപ്രപഞ്ചവും ദേവി സൃഷ്ടിച്ചു എന്നതാണ് മറ്റൊരു കഥ. പ്രപഞ്ചത്തിൽ ജീവനും ചലനവും ആരംഭിക്കാൻ പരാശക്തി എടുത്ത രൂപമാണ് കുഷ്മാണ്ഡാദേവി. അന്ധകാരത്തിൽ വീണ തൻ്റെ പുഞ്ചിരിയുടെ പ്രകാശത്തിൽ നിന്ന് പ്രപഞ്ചം സൃഷ്ടിച്ച ശേഷം പിന്നീട് അതിശക്തരായ ദേവതകളെ ദേവി സൃഷ്ടിച്ചതായി പറയുന്നു. അതായത് മഹാകാളിയെയും മഹാലക്ഷ്മിയെയും മഹാസരസ്വതിയെയും. ആദിപരാശക്തിയുടെ ഭാവമായ കുഷ്മാണ്ഡാദേവി തൻ്റെ ഇടതു കണ്ണിൽ നിന്ന് കറുത്ത നിറവും 10 മുഖവും 10 കൈകാലുകളും കൈകളിൽ നിരവധി ആയുധങ്ങളുമായി ഉഗ്രരൂപിണിയായ മഹാകാളിയെ സൃഷ്ടിച്ചു. കുഷ്മാണ്ഡയുടെ 3-ാം കണ്ണിൽ നിന്ന് മറ്റൊരു ഉഗ്രരൂപം സൃഷ്ടിക്കപ്പെട്ടു. ഉരുകിയ ലാവയുടെ ജ്വലിക്കുന്ന നിറവുമായി മഹാലക്ഷ്മി. 18 കൈകളും കൈകളിൽ വ്യത്യസ്ത ആയുധങ്ങളുമായി ഒരു യോദ്ധാരൂപം. ദേവിയുടെ വലതു കണ്ണിൽ നിന്ന് 8 കൈകളും നിറയെ ആഭരണങ്ങളും ശാന്തമായ പുഞ്ചിരിയും പാൽ നിറവുമായി ഒരു സൗമ്യരൂപം സൃഷ്ടിക്കപ്പെട്ടു. അതാണ് മഹാസരസ്വതി.
ഈ 3 അതിശക്തരായ ദേവതകളിൽ നിന്നാണ് മറ്റു ദേവതകൾ സൃഷ്ടിക്കപ്പെടുന്നത്. മഹാകാളിയിൽ നിന്നും ശിവനും സരസ്വതിയുമുണ്ടായി. മഹാലക്ഷ്മിയിൽ നിന്ന് ബ്രഹ്മാവും ലക്ഷ്മിയുമുണ്ടായി. മഹാസരസ്വതിയിൽ നിന്ന് വിഷ്ണുവും ശക്തിയും ഉണ്ടായി. കുഷ്മാണ്ഡാദേവി ഇവരെ ഇണകളാക്കി മാറ്റി. അങ്ങനെ ശിവൻ ശക്തിയെയും വിഷ്ണു ലക്ഷ്മിയെയും ബ്രഹ്മാവ് സരസ്വതിയെയും പങ്കാളികളാക്കി. തുടർന്ന് ഈ ദേവിമാരുടെ സഹായത്തോടെ ബ്രഹ്മാവ് സൃഷ്ടിയും വിഷ്ണു സ്ഥിതിയും ശിവൻ സംഹാരവും ഏറ്റെടുത്തു. അങ്ങനെ ഈ പ്രപഞ്ചം ഇപ്രകാരത്തിലുള്ളതായി തീർന്നു. ഇങ്ങനെയാണ് രണ്ടാമത്തെ കഥയിൽ പറയുന്നത്. കഥയിൽ പറയുന്ന ഈ ദേവത മഹത്തായ സൃഷ്ടിയുടെ ദേവതയാണ്. ഇച്ഛാശക്തി പൂർണ്ണമായ ഒരാൾക്ക് തനിക്കിഷ്ടമായ ഒരു പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിക്കാനാവും എന്നാണ് ഈ കഥ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. കുഷ്മാണ്ഡാദേവിയാണ് ഈ പ്രപഞ്ചത്തിലെ സർവ്വഗ്രഹങ്ങളെയും സൗരയൂഥങ്ങളെയും നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു. സിംഹം, കടുവ ഇവ രണ്ടും ദേവിയുടെ വാഹനങ്ങളായി പറയപ്പെടുന്നു. ദേവിക്ക് 8 കൈകളാണ്. വില്ല്, അമ്പ്, ചക്രം, ഗദ തുടങ്ങിയ ആയുധങ്ങൾ കൂടാതെ കമണ്ഡലവും താമരപ്പൂവും ജപമാലയും ഉണ്ട്. പ്രാർത്ഥിക്കുന്നവർക്ക് അഭീഷ്ടസിദ്ധികളും നവനിധികളും നൽകാൻ കഴിയുന്ന ജപമാലയാണ് ഇത്. കൂടാതെ ഒരു കൈയിൽ അമൃതകുംഭവും ദേവി പിടിച്ചിരിക്കുന്നു. ഹൃദയചക്രത്തിൽ വസിക്കുന്ന ദേവതയായതിനാൽ വിഷാദം, ഉത്കണ്ഠ, ഭയം എന്നിവ മാറാൻ കുഷ്മാണ്ഡാദേവിയെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് വിശ്വാസം. ജാതകത്തിൽ ആദിത്യദോഷമുള്ളവരും ആശ്രയിക്കേണ്ടത് ഈ ഭാവത്തെ തന്നെയാണ്. പവിത്രമായ പഠനങ്ങൾ തുടങ്ങാൻ നേരം ആരാധിക്കേണ്ട ദേവതയാണ് കുഷ്മാണ്ഡ ദേവി. കുഷ്മാണ്ഡ ധ്യാന ശ്ലോകം: സുരാസമ്പൂർണകലശം രുധിരാപ്ലുതമേവ ച ദധാനാ ഹസ്തപത്മാഭ്യാം കുഷ്മാണ്ഡാശുഭദാസ്തു മേ. ഇന്ന് നവരാത്രി 4ാം ദിവസം കുഷ്മാണ്ഡ ദേവിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പങ്കുവച്ചത്. ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. എല്ലാ പ്രിയമിത്രങ്ങൾക്കും ഒരിക്കൽ കൂടി നവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് മിനി മുരളി.